Hello everyone, welcome to another video by Expert Launch. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൻ്റെ ഫുൾ സബ്ജക്റ്റിൻ്റെ ഒരു സീരീസാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു 15 to 30 minutes ഇത്രയും സ്പാനിലുള്ള വീഡിയോസ് ആയിരിക്കും ഓരോരോ വീഡിയോസും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓരോരോ ടോപ്പിക്സ് കവർ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ വളരെ ബ്രീഫായിട്ടുള്ള വീഡിയോസാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷനും പിന്നെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്, വാട്ടർ ഡിമാൻഡ് ആൻഡ് ഡിസൈൻ പീരീഡ്. അപ്പം ഇതെല്ലാം വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് അണ്ടറിലാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് നിങ്ങളൊരു ഓവർസിയർ ലെവൽ എക്സാമിന് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോസ് മതി. ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ പ്രോബ്ലംസും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ എക്സാം ആണ് വരുന്നത്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇത് മാത്രം പോരാ, ഇതിൻ്റെയും കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ എക്സ്പേർട്ട് ലോഞ്ചിൻ്റെ തന്നെ ഒരു കോഴ്സ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇതിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഇനി ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് സബ്ജക്റ്റിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണ്? എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വാട്ടർ, അതായത് വാട്ടർ ആകുമ്പോൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗും വരും, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും വരുന്നുണ്ട്. പിന്നെ വരുന്ന സെഷനാണ് എയർ പൊല്യൂഷൻ, പിന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതിന് മുന്നേ ആയിട്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ വരുന്നുണ്ട്. പിന്നെ നോയിസ് പൊല്യൂഷൻ. ഇത്രയാണ് എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഇത്രയാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഈ സീരീസിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ എന്തിനാണ് എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിൻ്റെ കൺസ്ട്രക്ഷൻ കാരണം സറൗണ്ടിങ്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും, എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് അറിയണം, അതിനെ അനലൈസ് ചെയ്യണം, ആ ഇമ്പാക്റ്റിനെ കുറയ്ക്കണം. അതുപോലെ തന്നെ എൻവയൺമെൻറ്റിലുള്ള പല കാരണങ്ങളാൽ ഹ്യൂമൻ ബീങ്സിൽ ഇമ്പാക്ട്സ് ഉണ്ടാകും. അപ്പം ആ ഒരു ഹ്യൂമൻ ബീങ്സിൽ വരുന്ന ഇമ്പാക്ട്സ്, ആ ഒരു ഹാം കുറയ്ക്കണം. എൻവയൺമെൻറ്റ് കാരണം ഹ്യൂമൻ ബീങ്സിൽ എന്തെങ്കിലും ഹാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു ഹാം കുറയ്ക്കണം. അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സ് എൻവയൺമെൻറ്റിനെ ഹാം ചെയ്യുന്നത്, അതിനെയും നമ്മൾ എൻവയൺമെൻറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് ഹ്യൂമൻ ബീങ്സ് ഫ്രം എൻവയൺമെൻറ്റ് ആൻഡ് ടു പ്രൊട്ടക്ട് എൻവയൺമെൻറ്റ് ഫ്രം ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ഇതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പേർപ്പസ്. നമ്മൾ ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗിൽ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ പേർപ്പസ് ഇതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൽ പഠിക്കാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഏരിയ ആണ്. അപ്പോൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ മെയിനായിട്ട് ഈ ടോപ്പിക്സാണ്, ഈ ഒരു ഏരിയാസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് സോഴ്സസ് എന്ന് പറഞ്ഞാൽ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്താണ്? വെള്ളത്തിനെ സപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സോഴ്സിൽ നിന്നും നമ്മൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിലെ കൺസ്യൂമർ ആണല്ലേ നമ്മൾ. അപ്പോൾ വെള്ളം കൺസ്യൂം ചെയ്യുന്ന നമ്മളിലേക്ക് എങ്ങനെ വെള്ളത്തിനെ എത്തിക്കണം, പ്യുവർ ഫോമിൽ നല്ല വെള്ളം, കുടിക്കാൻ പറ്റുന്ന ശുദ്ധമായ വെള്ളം എങ്ങനെ എത്തിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് പല സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് തന്നെ സോഴ്സസ് ആണ്. സോഴ്സസ് എന്ന് പറയുമ്പം റിസർവോയേഴ്സ് ഉണ്ട്, ലേക്ക് ഉണ്ട്, പിന്നെ അതുപോലെ റിവേഴ്സ് ഉണ്ട്. അപ്പം പല സോഴ്സസ് ഉണ്ട്. വെല്ലുകളുണ്ട്, അതൊരു സോഴ്സാണ്. പല സോഴ്സസ് ഉണ്ട്. ഈ സോഴ്സസിൽ നിന്ന് ആദ്യം തന്നെ വെള്ളത്തിനെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിനെ കളക്ട് ചെയ്യുന്നത് ഇൻടേക്സ് യൂസ് ചെയ്ത് കളക്ട് ചെയ്യാം. അങ്ങനെ പല സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് വെള്ളത്തിനെ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തതിന് ശേഷം ആ വെള്ളത്തിനെ കൺവേ ചെയ്യുന്ന എങ്ങോട്ടാണ്? ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിലോട്ടാണ് കൺവേ ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിൽ എത്തിയതിന് ശേഷം ആ വെള്ളത്തിനെ ട്രീറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ കമ്മ്യൂണിറ്റിയിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് വാട്ടറിനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ബ്രീഫായിട്ട് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയാണ് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. വരുന്ന വീഡിയോസിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റും, എന്താണെന്ന് അറിയാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വീഡിയോസിലായിട്ട് നോക്കുന്നുണ്ട്. നമുക്കൊരു വാട്ടർ സപ്ലൈ സിസ്റ്റം ഡിസൈൻ ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ക്യൂ എന്താണെന്ന് വെച്ചാൽ ക്യൂ ഇസ് ദ ഡിസ്ചാർജ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് നമുക്ക് വേണേൽ പറയാം. വോളിയം പെർ
സെക്കൻഡ് ആണല്ലോ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇപ്പോൾ വോളിയം ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ആണ് ക്യൂ അല്ലെങ്കിൽ ഡിസ്ചാർജ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് നമുക്ക് ഇവിടെ ആദ്യം തന്നെ അറിയേണ്ടത്. ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റം ഡിസൈൻ ചെയ്യണമെങ്കിൽ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, ഒരു റിസർവോയർ ഉണ്ട്, ആ റിസർവോയറിൽ നിന്നൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ വെള്ളത്തിനെ എത്തിക്കുകയാണ്, ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് വെള്ളത്തിനെ എത്തിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യമായിട്ട് തന്നെ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞ വാല്യൂ ആണ്. എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് ആ ഒരു കമ്മ്യൂണിറ്റി കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. അത് എപ്പോൾ കൺസ്യൂം ചെയ്യുന്നതാണ്? ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ കൺസ്യൂം ചെയ്യുന്നതാണോ? അത് മാത്രം പോരാ. കാരണം വാട്ടർ സപ്ലൈ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ ആയിരിക്കില്ല, 10, 20, 50 വർഷത്തേക്കായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് 50 വർഷം കഴിയുമ്പം എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്ന് നമുക്കറിയണം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്താണ്, ക്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? പോപ്പുലേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള വാട്ടർ ഡിമാൻഡിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം വാട്ടർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഇൻഡിവിജ്വൽ, നമ്മൾ ഓരോരോ ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഓരോരോ ഇൻഡിവിജ്വലിന് ഒരു വാട്ടർ ഡിമാൻഡ് ഉണ്ടാവും. നമുക്ക് ഓരോരോ ഡെയിലി ആക്ടിവിറ്റീസിനായിട്ട് ഇത്ര ക്വാണ്ടിറ്റി ഓഫ് വെള്ളം, ഇത്ര ലിറ്റേഴ്സ് ഓഫ് വെള്ളം ആവശ്യമുണ്ടാവും. അപ്പോൾ അതിനെയാണ് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാട്ടർ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്യൂ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പോപ്പുലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വാട്ടർ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഫാക്ടറാണ് ഡിസൈൻ പീരീഡ്. ഓരോ സ്ട്രക്ചറിന്റെ ഡിസൈൻ പീരീഡ് 10 years ആണ്. അപ്പോൾ പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ 50 കൊല്ലത്തിന് ശേഷമുള്ള പോപ്പുലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ ഡിസൈൻ പീരീഡ് അവിടെ ഒരു ഫാക്ടറാണ്. 50 വർഷത്തേക്കുള്ള ഡിസൈൻ ആണ്, വാട്ടർ സപ്ലൈ സിസ്റ്റം ആണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ 50 വർഷത്തിന് ശേഷമുള്ള പോപ്പുലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ ക്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നമുക്ക് ഇതിൽ ഓരോന്നിലേക്കും നമുക്ക് പോയി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോപ്പുലേഷൻ എന്താണ്, വാട്ടർ ഡിമാൻഡ് എന്താണ്, ഡിസൈൻ പീരീഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പോപ്പുലേഷനെ പറ്റി നമ്മൾ പറഞ്ഞു. പോപ്പുലേഷൻ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ എത്രയാണ് പോപ്പുലേഷൻ ഫ്യൂച്ചറിൽ ഉണ്ടാവുക. 10 years 20 years കഴിയുമ്പോൾ കറണ്ട് പോപ്പുലേഷനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു. യൂഷ്വലി ഇൻക്രീസ് ആണ് ചെയ്യാറ്. അപ്പോൾ എത്ര പോപ്പുലേഷൻ എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. എറിത്തമെറ്റിക് മെത്തേഡ് ഉണ്ട്, ജിയോമെട്രിക് മെത്തേഡ് ഉണ്ട്, ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ്, മാസ്റ്റർ പ്ലാൻ മെത്തേഡ്, ഇതുപോലെ പിന്നെ പല ഗ്രാഫിക്കൽ മെത്തേഡുകളുണ്ട്. ഇവിടെ ഈ 4 തന്നിരിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കർവ് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഫിഗർ, ഈ ഒരു 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഫിഗറാണ് ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്. ഇതൊരു ലോജിസ്റ്റിക് കർവാണ്. പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ കർവ് എന്ന് പറഞ്ഞാൽ ഒരു ലോജിസ്റ്റിക് കർവാണ്. അപ്പോൾ ഇവിടെ പല പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ABCDE എന്ന് പറഞ്ഞ പല പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ AB എന്ന് പറഞ്ഞൊരു സെക്ഷൻ, ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏർലി ഗ്രോത്ത് സ്റ്റേജ് ആണ്. ഒരു കമ്മ്യൂണിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള പോപ്പുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ AB ഗ്രാഫിനെ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു മൊത്തത്തിലുള്ള കർവിനെ, ABCDE കർവിനെ വിളിക്കുന്നതാണ് ലോജിസ്റ്റിക് കർവ് എന്നാണ് വിളിക്കുന്നത്, ലോജിസ്റ്റിക് കർവ്. അപ്പം ഇതിൽ ഒരു സെക്ഷൻ AB എന്ന് പറഞ്ഞ സെക്ഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ഏർലി ഗ്രോത്ത് പീരീഡാണ്. അതിനുശേഷം BC എന്ന് പറഞ്ഞൊരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ BC എന്ന് പറഞ്ഞ സെക്ഷനാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അവിടെ കാണപ്പെടുന്നത് ലോഗരിതമിക് ഗ്രോത്ത് ആണ്. ഒരു ഏർലി ഗ്രോത്തിൽ അധികം ഇൻക്രീസ് ഉണ്ടാവില്ല, പിന്നെ ലോഗരിതമിക് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് BC എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്യുന്നത്. അതിനുശേഷം CD-യിൽ ഒരു കോൺസ്റ്റന്റ് ഇൻക്രീസ് ആണ് വരുന്നത്. അപ്പം ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷനാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് ഗ്രോത്ത് ആണ് വരുന്നത്. അതിനുശേഷം D എന്ന് പറഞ്ഞ പോർഷൻ എന്ന് പറഞ്ഞാൽ ലേറ്റ് ഗ്രോത്ത് ആണ്. അതിനുശേഷം ഒരു സാച്ചുറേഷൻ വാല്യൂ എത്തും. അതിൽ കൂടുതൽ ആ ഒരു സിറ്റിയിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല, അത് സാച്ചുറേറ്റഡ് ആയി. അപ്പോൾ അതിനുശേഷം എത്തുന്ന ഈ ഒരു ലൈനാണ് സാച്ചുറേഷൻ ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാച്ചുറേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെയാണ് ഒരു പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നത്. ഈ മൊത്തത്തിലുള്ള കർവിനെ വിളിക്കുന്നതാണ് ലോജിസ്റ്റിക് കർവ്. എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡിൽ പല മെത്തേഡ്സ് പറയുന്നുണ്ട്. പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് പറയുന്നുണ്ട്. എറിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. എറിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിനകത്ത്
ഈ ഗ്രാഫ് 2 ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിനകത്ത് ഒരു കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഗ്രോത്ത് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് ആണ്. ഈ ഒരു മെത്തേഡ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓൾഡ് ആൻഡ് സെറ്റിൽഡ് കമ്മ്യൂണിറ്റീസ് ആണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡ് ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്. ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൻ്റെ ഗ്രാഫാണ് ഈ നമ്പർ 3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ജിയോമെട്രിക് ഇൻക്രീസ് പറയുമ്പോൾ തന്നെ ഒരു ലോഗരിതമിക് ഗ്രോത്ത് ആണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ലോഗരിതമിക് ഗ്രോത്ത് മെത്തേഡ് ഓർ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് യങ് ആൻഡ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് കമ്മ്യൂണിറ്റീസിനാണ് ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ വരുന്ന മെത്തേഡാണ് തേർഡ് മെത്തേഡ്, ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്. ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു അരിത്തമെറ്റിക് ഇൻക്രീസിനും ജിയോമെട്രിക് ഇൻക്രീസിൻ്റെയും ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്. ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൽ കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് ആണ് അവിടെ. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ കോൺസ്റ്റൻറ്റ് ഇൻക്രീസ് ആണ്, കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ആണുള്ളത്. പക്ഷേ ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൽ കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് ഗ്രോത്ത് ആണ് അവിടെ വരുന്നത്. ഇനി ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡിലാണെങ്കിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഗ്രോത്തോ കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് ഗ്രോത്തോ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ വേരിയിങ് ആണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് വേരിയിങ് ആണ്. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അപ്പോൾ വേരിയിങ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് റേറ്റ് ആണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി മാസ്റ്റർ പ്ലാൻ മെത്തേഡിനെ പറ്റി പറയുകയാണെങ്കിൽ മാസ്റ്റർ പ്ലാൻ മെത്തേഡ് യൂഷ്വലി വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെയാണ് മാസ്റ്റർ പ്ലാൻ മെത്തേഡ് ഇംപ്ലിമെൻ്റ് ചെയ്യാറ്. അത് യൂസ് ചെയ്തിട്ടാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാസ്റ്റർ പ്ലാൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും. അപ്പം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച പ്ലാനിനനുസരിച്ചാണ് അവിടെ ആ ഒരു സിറ്റിക്കകത്ത് പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അവരൊരു 10 years 20 years പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ ഒരു 10 years 20 years ഈ മാസ്റ്റർ പ്ലാനിനകത്ത് ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സിറ്റിയെ പല സോൺസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ലൈക്ക് സോൺസ് എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ സോൺ, കമേഴ്ഷ്യൽ സോൺ, ഇൻഡസ്ട്രിയൽ സോൺ, അഗ്രികൾച്ചറൽ സോൺ. അപ്പോൾ ഇങ്ങനെ പല സോൺസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ആ ഓരോരോ സോൺസിലും ഫ്യൂച്ചറിൽ ഇപ്പോൾ 10 years അല്ലെങ്കിൽ 20 years കഴിയുമ്പോൾ ഇത്ര പോപ്പുലേഷൻ വരെ ഇൻക്രീസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഡെവലപ്മെൻറ്റ്സ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10,000 ആണ് നെക്സ്റ്റ് 10 years ആ ഒരു സിറ്റിക്കകത്ത് 10,000 ആൾക്കാർ, ആ 10,000 നമ്പർ ഓഫ് പീപ്പിളെ ഇൻക്രീസ് ചെയ്യാൻ പാടുള്ളൂ, അത്രയും പോപ്പുലേഷൻ അവിടെ കൂടാൻ പാടുള്ളൂ എന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കും. അതിനനുസരിച്ചുള്ള കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടക്കും. അപ്പം അത്രയും അവിടെ ഇൻക്രീസ് ആവത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഹാപ്പ് ഹസാർഡ് മാനറിലല്ല പോപ്പുലേഷൻ, അല്ലെങ്കിൽ നാച്ചുറൽ വേസിലല്ല പോപ്പുലേഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ആ ഒരു പ്ലാനിനനുസരിച്ചാണ് പോപ്പുലേഷൻ അവിടെ കൂടുന്നത്. അപ്പം ഇത്രയാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിൽ പറയുന്ന മെത്തേഡ്സ്. ഇനി നമുക്ക് പോകുന്നത് വാട്ടർ ഡിമാൻഡ്സിലോട്ട് പോകാം. വാട്ടർ ഡിമാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമുക്ക് കണ്ടെത്തണമെങ്കിൽ വാട്ടർ ഡിമാൻഡ് എന്താണെന്ന് അറിയണം. ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള വാട്ടർ ഡിമാൻഡ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഈ വാട്ടർ ഡിമാൻഡ് എന്ന് പറയുമ്പം പല ടൈപ്പ് ഓഫ് വാട്ടർ ഡിമാൻഡുകളുണ്ട്. ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡിൻ്റെ വാല്യൂ ആണ് 135 LPCD. മെയിൻലി നിങ്ങൾക്ക് ഈ വാല്യൂസ് ആണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 135 LPCD. LPCD മീൻസ് ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ. എന്ന് വെച്ചാൽ 135 ലിറ്റർ ഒരു ഇൻഡിവിജ്വൽ, 135 ലിറ്റർ പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പെർ ഡേ. അതായത് ഒരു ദിവസം ഒരു ഇൻഡിവിജ്വലിന് ആവശ്യമായിട്ടുള്ള ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡാണ് 135 LPCD. നെക്സ്റ്റ് ടൈപ്പാണ് ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ്. ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ് ഇസ് 50 LPCD, 50 liters per capita per day. നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കമേഴ്ഷ്യൽ വാട്ടർ ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 20 LPCD. ദെൻ ഡിമാൻഡ് ഫോർ പബ്ലിക് യൂസ് ഇസ് 10 LPCD. പിന്നെ വരുന്ന രണ്ട് കാര്യമാണ് ഫയർ ഡിമാൻഡും തെഫ്റ്റ്സ് ആൻഡ് ലോസസ്. ഫയർ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പല ഫോർമുലാസ് ഉണ്ട്. ഫയർ ഡിമാൻഡിന് പല ഫോർമുലാസ് ഉണ്ട്. കുച്ച്ലിങ്സ് ഫോർമുല, ഫ്രീമാൻസ് ഫോർമുല, അങ്ങനെ നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർ റൈറ്റേഴ്സ് ഫോർമുല, അങ്ങനെ പല ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് ഫയർ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമില്ല.
ഇനി ലോസസ് ആൻഡ് തെഫ്റ്റ്സ് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അബൌട്ട് 15 to 20% of extra water will be needed to provide for to compensate for thefts and losses. Thefts and losses compensate ചെയ്യാൻ വേണ്ടിയിട്ട് 15 to 20% of extra water പ്രൊവൈഡ് ചെയ്യണം. അതായത് ടോട്ടൽ വാട്ടറിൻ്റെ 15 to 20% എക്സ്ട്രാ വാട്ടർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ടോട്ടൽ വാട്ടർ ഡിമാൻഡ് പറയുകയാണെങ്കിൽ ടോട്ടൽ വാട്ടർ ഡിമാൻഡിൻ്റെ വാല്യൂ വിൽ ബി ബിറ്റ്വീൻ 270 to 335 LPCD. 270 to 335 LPCD വരെയാണ് ടോട്ടൽ വാട്ടർ ഡിമാൻഡ് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസൈൻ പീരീഡ്. ഡിസൈൻ പീരീഡും ക്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ ഡിസൈൻ പീരീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് തന്നിരിക്കുന്നതിനെ വിളിക്കുന്നതാണ് ബാത്ത് ടബ് കർവ് എന്ന് വിളിക്കുന്നതാണ്. ഈ ഒരു ഗ്രാഫിനെ ബാത്ത് ടബ് കർവ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ, ആ സ്ട്രക്ചർ ഫെയിലിയർ സംഭവിക്കാനുള്ള പ്രോബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് ഈ ഒരു കർവിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇനീഷ്യലി സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തു, അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഫെയിലിയർ നടക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും. അതിനുശേഷം അത് കുറഞ്ഞ് വരും. ഇനീഷ്യലി വളരെ ഹൈ ആയിരിക്കും, ഹൈ പ്രോബിലിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. അതിനുശേഷം അത് കുറഞ്ഞ് വരും. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ വളരെ കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ദ ലോവസ്റ്റ് പ്രോബിലിറ്റി. അവിടെ ഏറ്റവും ലോവസ്റ്റ് പ്രോബിലിറ്റി ആണ് ഉണ്ടാകുന്നത്. ആ ഒരു പീരീഡിനെയാണ് ഡിസൈൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഇത്രയും സ്പാൻ ഓഫ് ടൈമിനെയാണ് ഡിസൈൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആ ഒരു ഡിസൈൻ പീരീഡിന് ശേഷം ഫെയിലിയർ നടക്കാനുള്ള പ്രോബിലിറ്റി വിൽ ബി ഹയർ. പ്രോബിലിറ്റി ടൈം കൂടുന്തോറും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് സിനാരിയോയിൽ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി പറയാം. മുല്ലപ്പെരിയാർ ഡാം എന്താണ്, 1895 അതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. അപ്പോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഡാമിനെ പറയുകയാണെങ്കിൽ 50 years ആണ് യൂഷ്വലി ഡാമിൻ്റെ ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ 1895 കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ഡാമാണ്. ഇപ്പം മോർ ദാൻ 100 years ആയി. അപ്പം ആലോചിച്ചാൽ അറിയാം അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എത്രത്തോളം ഹൈ ആയിരിക്കും എന്ന്. നമുക്ക് ഇവിടെ ഓരോരോ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ ഡിസൈൻ പീരീഡ് എത്രയൊക്കെയാണെന്ന് നോക്കാം. ഡാംസ് ഓർ സ്റ്റോറേജ് റിസർവോയർ ഞാൻ നേരത്തെ പറഞ്ഞു 50 years ആണ്. ഈ ഡിസൈൻ പീരീഡ് കൊടുത്തിരിക്കുന്നത് ഇൻ ഇയേഴ്സ് ആണ്. ഡാംസ് അല്ലെങ്കിൽ സ്റ്റോറേജ് റിസർവോയറിൻ്റെ ഡിസൈൻ പീരീഡ് 50 years. ഇൻടേക്സിൻ്റെ ഡിസൈൻ പീരീഡ് 30 years. വാട്ടർ കൺവേയിങ് പൈപ്സ് 30 years ആണ്. പമ്പ്സ് 15 years ആണ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്, ഇവിടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ഒഴിച്ച് എക്സ്ക്ലൂഡ് ചെയ്ത് ബാക്കി എല്ലാത്തിനും 30 years ആണ് ഡിസൈൻ പീരീഡ്. ഇനി റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനാണെങ്കിൽ 15 years ഡിസൈൻ പീരീഡ് ഉള്ളൂ. ഈ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയേഴ്സ് ആണെങ്കിൽ 15 years ആണ്. അതുപോലെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനും മൊത്തത്തിൽ സിസ്റ്റത്തിൻ്റെ ഡിസൈൻ പീരീഡ് 30 years. അപ്പോൾ ഇത്രയാണ് ഡിസൈൻ പീരീഡുകൾ. ഇത്രയും ഡിസൈൻ പീരീഡുകൾ എന്തായാലും നോക്കിയിട്ട് പോകുക. ഓപ്ഷണലായിട്ട് ചോദിക്കാവുന്ന ഏരിയാസാണ്. അങ്ങനെ ചോദിച്ച് കണ്ടില്ല, പക്ഷെ നമ്മളെ PCB പോലുള്ള എക്സാമുകൾക്കാണെങ്കിൽ ഇതൊക്കെ ചോദിക്കാവുന്ന ഏരിയാസാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. വാട്ടർ സപ്ലൈയിലെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്, വാട്ടർ ഡിമാൻഡ്, പിന്നെ അതേപോലെ ഡിസൈൻ പീരീഡും. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതിനും ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സ് ഉണ്ട്, എക്സ്പേർട്ട് ലോഞ്ചിൻ്റെ തന്നെ കോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇനീഷ്യലി കാണിച്ചിട്ടുണ്ട്, സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. കോഴ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ താങ്ക് യു ഫോർ ലിസണിങ്.